ചേട്ടാ എൻ്റെ കൂടെ കെയർ ബെഞ്ചാരയിൽ ജോലി ചെയ്തത്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചല്ല, ജോലി ചെയ്തു. അവളെ SICയിലും ഞങ്ങൾ കാത്തലാന്ന് പറയുന്നത്. നല്ല മോളെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കുന്ന ഒരു പ്രതീതിയായിട്ട് അവള് ഇപ്പോഴും പള്ളി ഇപ്പോൾ കൊണ്ടിട്ട് നമുക്കൊരു എന്തോ ഒരു പോസിറ്റിവിറ്റി അവിടെ എടുത്തിരുന്നാൽ തന്നെ സംസാരമാണേലും എന്ത് പൊളൈറ്റ് ആയിട്ടെന്ന് പറയുക. ആ ഏജിലൊക്കെ മീൻസ് ഒരു 23, 24 അങ്ങനത്തെ ഒക്കെ ഏജിലേട്ടാ അങ്ങനത്തെ ഇതില് അവളത് ചെയ്തെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും പല വഴിക്ക് അന്ന് GNM ആയിരുന്നു. അത് കഴിഞ്ഞായിരിക്കും അവൾ പോസ്റ്റ് BSc പഠിച്ചത്. ആ 3 വർഷം എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ആളിതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫേസ്ബുക്ക് ഫ്രണ്ടും അങ്ങനെയൊക്കെയാണ്. പിന്നെ അവരുടെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഈ ലണ്ടനിലുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അവരെ വിളിച്ചു വെച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഒരക്ഷരം പോലും അവളുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കത്തില്ലായിരുന്നെന്ന്. ചിലപ്പോൾ ദുരഭിമാനമായിരിക്കാം. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് വിടത്തില്ലായിരുന്നു. അതുപോലെ അവൾ അയൽക്കൂട്ടത്തിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്തെന്ന്. ഞാൻ ഹോണസ്റ്റായിട്ട് പറയട്ടെ, അത് കേട്ടപ്പോണ്ടല്ലോ അവള് സത്യം പറയാം എന്നോട് പറയായിരുന്നു എന്നെ കൊണ്ട് മാക്സിമം ഞാനൊരു 10 പേരെങ്കിലും കൂട്ടി ഞാൻ അവളുടെ ആ കടം വീട്ടിയേനെ. ചിലപ്പോൾ അതുകൊണ്ടായിരുന്നെങ്കിൽ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വേദന മൊത്തം. അവളൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പരിചയത്തിന്റെ പേരെങ്കിലും ഒരു ഹായെങ്കിലും അയച്ചിരുന്നേ. കാരണം അവളെ ആരും മറക്കില്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു മോളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിഷമം വന്നു. ഒന്നും അവള് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ ഒരു ചിലപ്പം അവളെ ഒന്ന് കേൾക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആരും ഇല്ലാതിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ ചേട്ടാ. അപ്പൊ നമ്മളൊന്ന് ഒരു ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലെങ്കിലേ, മുമ്പോട്ടൊരു ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു പോകത്തില്ലേ. എത്രയോ എൻ്റെ കൂട്ടുകാരുണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഞങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചേട്ടാ. ഇപ്പം വെളിനാടുകളിലാണ്, നാട്ടിലുള്ളവർക്ക് പറ്റില്ല. ഒത്തിരി കോടികൾ കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റില്ല എങ്കിലും കുറച്ച് ഒരു 10 പേര് ചേർന്ന് ഒരു 10,000 രൂപ കുറച്ച് കടങ്ങൾ വീട്ടാൻ നമുക്ക് പറ്റൂലോ. അതാണ് അവൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ സഹായിച്ചിരുന്നേനെ എന്ന് ഞാൻ ആലോചിച്ചു പോയി. പക്ഷെ അവൾ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അവളുടെ ഹസ്ബൻഡ് ഭയങ്കര ഇതായിരുന്നു ചേട്ടാ. അമ്മായിമ്മയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെയും മക്കളെയും പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അവസ്ഥയെ അത് ഓർക്കാൻ വയ്യ. നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഇപ്പോൾ ഈ സഹോദരി സംസാരിച്ച കേട്ടല്ലോ അല്ലേ. ഇതുപോലെ ഒരുപാട് മെസ്സേജസ് വരുന്നു. ഷൈനിയുടെ ഒപ്പം ജോലി ചെയ്തവരെ പഠിച്ചവരൊക്കെ ഒരുപാട് പാവമായിരുന്ന ഷൈനിയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും ഇപ്പോൾ അറിയാം, വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആരോടും അങ്ങനെ ഹൃദയവ്യഥകൾ പറയാത്ത ഒരു പാവമായിരുന്നു, എല്ലാം ടോളറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ് നമുക്കൊക്കെ ഇപ്പം മനസ്സിലാവുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൽ കോട്ടയം രൂപതയിലെ എൻ്റെ സഹോദരങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് സംസാരിച്ചത്. എനിക്ക് ആ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് മെസ്സേജസ് കോട്ടയം രൂപതയിലെ എൻ്റെ സഹോദരങ്ങൾ, എനിക്കറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പ്രധാനമായിട്ടും അവരെന്നെ ആശ്വസിപ്പിക്കാനുണ്ടായത്. സമാധാനപ്പെടുന്നവർ എൻ്റെ സങ്കടങ്ങൾ എന്നുള്ള രീതിയിൽ അവരെന്നെ ആശ്വസിപ്പിച്ചു. എന്നെയും പൊതുസമൂഹത്തെയും ഈ കോട്ടയം രൂപതയിലെ ഓരോരുത്തരെ ആശ്വസിപ്പിക്കുന്നതാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. മുമ്പ് അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനെ കാറിൻ്റെ അടിയിലിട്ട് മുട്ടുകാലുകൊണ്ട് ചവിട്ടി ഞെരിച്ച് ഒരു വെള്ളക്കാരൻ പോലീസുകാരൻ കൊന്നായിരുന്നു. ആ വാർത്ത എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ വാർത്ത ലോകത്തിൻ്റെ ഹൃദയം തകർത്ത് പോയൊരു കാര്യമാണ്. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റിയില്ല. ഓഫീസർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ കരയുമ്പോഴും ആ മനുഷ്യൻ മുട്ടുകാല് മാറ്റാതെ കഴുത്തിൽ ഞെരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം. അപ്പോൾ വെള്ളക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ആ സമൂഹത്തിലെ ഒരു വിവരം കെട്ടവൻ അങ്ങനെ കാണിച്ചു, ഒരു ദുഷ്ടൻ അങ്ങനെ കാണിച്ചു. അതുകൊണ്ട് ലോകത്തെ എല്ലാവരും ഹൃദയം തകർന്നു പോയല്ലോ എന്ന് കരുതിയിട്ട് ആ വലിയ തെറ്റിന് ആ അമേരിക്കയിലെ എല്ലാ വെള്ളക്കാരും മുട്ടേ നിന്ന് മാപ്പ് ചോദിക്കുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവരോടും മാപ്പ് ചോദിച്ചു. ലോകമെമ്പാടെ എല്ലാ ജനങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണേ, പറ്റിപ്പോയി എന്ന് പറഞ്ഞു. അവരാരും അല്ല ചെയ്ത്, ഇങ്ങനൊരു ദുഷ്ടം ചെയ്തതിൻ്റെ പേര് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം രൂപതയിലെ എൻ്റെ സഹോദരങ്ങൾ എന്നോട് ക്ഷമ പറഞ്ഞപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ എന്നോടൊക്കെ നിങ്ങൾ ക്ഷമ പറയല്ലേ. ഞാനൊന്നും അത്ര വലിയ ഹൃദയവിശാലതയുള്ള ഒരാളല്ല. നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ സഹോദരിയും കുഞ്ഞുങ്ങളും പോയി. അതിൻ്റെ വിഷമം പെട്ടെന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നിൽക്കുന്നത്. ഞാൻ സഭയെപ്പറ്റി രൂപതയെപ്പറ്റി പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നാനായ സമുദായത്തെപ്പറ്റി ഞാൻ അതിനകത്ത് പറഞ്ഞു എൻ്റെ ബന്ധം എന്താണെന്നുള്ളത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകൾ ജീവിക്കുന്ന സ്ഥലമാണത്. എനിക്കത് എങ്ങനെയാണ് ഇനി ഒരാൾക്കാരോട് പറയാമെന്നാണ് എനിക്കറിയത്തില്ല. എനിക്ക് അത്രയും ബന്ധമുള്ള, അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പം ഞാനിങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. അതല്ലാതെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നതെന്ന് അവന്മാർക്കറിയാം. ഞാനിവിടുന്ന് അവന്മാരെയൊക്കെ വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു. അവർക്കറിയാതെ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ.
ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ മുതൽ ഫോൺ എടുത്ത് അമ്മമാരോടൊക്കെ വിളിച്ചിട്ട് എന്നാടാ സംഭവിക്കുന്നത്, നീയൊക്കെ കാരണമാടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് അങ്ങനെ സംസാരിക്കാവുന്ന ആളുകളാണ് അവർ. ആൺ പെൺ ഭേദമില്ലാതെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എൻ്റെ പെൺ സുഹൃത്തുക്കളോട് വരെ നീയൊക്കെ കാരണം അടിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളും ഞാൻ നേരത്തെ എൻ്റെ നെഞ്ചിനകത്തിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകൾ ആണ് അവരൊക്കെ. അവരോടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എന്നോട് ക്ഷമ പറഞ്ഞത്, ഈ സമൂഹത്തിനോട് ക്ഷമ പറയുന്ന ഈ കോട്ടയം രൂപത ജ്ഞാനായക്കാരുടെ ഹൃദയം തകർന്ന് ഏറ്റവും കൂടുതൽ ചോര ഒഴുകുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ വൂണ്ട് അവരുടെ ഹൃദയത്തിലാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞങ്ങളെക്കാളൊക്കെ വേദനിക്കുന്ന അവരാണ്. പക്ഷേ അവരാരും ചെയ്ത കാര്യമില്ല. അവരുടെ കൂട്ടത്തിലെ ഒരു വകതിരിവില്ലാത്തവൻ, തലതിരിഞ്ഞവൻ ചെയ്ത ഈ തെറ്റിന് അവർ പോലും അറിഞ്ഞില്ല. പെട്ടെന്ന് ഷോക്കായി പോവുകയാണ് ഇത്. ഇപ്പോഴും അവർ സ്തംഭിച്ച് നിൽക്കുവാണെന്ന് ഞാൻ കരുതുന്നു, എന്താണ് സംഭവിച്ചതെന്നുള്ള രീതിയിൽ. കാരണം പല സ്ഥലത്തും മൗനമുണ്ട്. ആ മൗനം അവരുടെ സങ്കടമായിട്ട് തന്നെ കരുതുന്നു. പിന്നെ ഞാനിപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മളിപ്പം നിങ്ങൾ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മളാണ് അല്ലേ, നമ്മളാണത്. പിന്നെ നമുക്ക് ഞാൻ പറയാം ഓരോ ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തലയിൽ കണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനകത്ത് എന്നെയൊക്കെ സംബന്ധിച്ച് ജ്ഞാനായന്മാരെയൊക്കെ നമ്മൾ അതുപോലെ വെച്ചിരിക്കുന്നത്, അവരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവണം, എക്കാലവും അവരങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനൊക്കെ. അപ്പം ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഈ നോബിയുടെ കുടുംബം, അതായത് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പം ഈ നോബിയും അതുപോലെ അവൻ്റെ വീട്ടുകാരും അങ്ങനെയുള്ള ക്രൂരന്മാരും ഇങ്ങനെയുള്ള ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എനിക്കറിയാവുന്നവർ അങ്ങനെയല്ല കേട്ടോ. ഞാനിതിനെ ഇതുപോലെ സ്നേഹിക്കുന്നു, എനിക്കിതുപോലെയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകളാണെന്നൊക്കെ ഞാൻ ഈ ആവർത്തിച്ച് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് ഈ നോബിയോ അങ്ങനെയുള്ള ഇതുപോലെ ക്രൂരന്മാരൊന്നും ആ സഭയിലുള്ള അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. എനിക്കുള്ളതെല്ലാം എനിക്ക് എന്നാ പറയുന്നത്, ഒരു രത്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, മുത്ത്, വൈഡൂര്യം, മരതകം, പവിഴം എന്നൊക്കെ പറയത്തില്ല. എന്ന് പറയുന്ന പോലുള്ള മനസ്സുള്ളവരായിരുന്നേ ഞാൻ പരിചയപ്പെട്ടത്. എൻ്റെ ജനം, എൻ്റെ പ്രിയപ്പെട്ടവർ, അവരുടെ മനസ്സൊക്കെ അത്രയോ സ്വീറ്റായിരുന്നു, നല്ലവരായിരുന്നു. അവരുടെ ഇല്ലായ്മയിൽ എന്നോട് കരുതിയതും ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്നിവിടെ ഇരിക്കുന്നത് പോലുമില്ല, പോലും വെട്ടിക്കള. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ആ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന, അതിനിടയ്ക്ക് എങ്ങനെ ഇതുപോലെ രാക്ഷസ മനസ്സുള്ള മനുഷ്യരുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഈ നോബിയും ഈ അച്ഛനെയൊക്കെ ഞാനൊരു വിശ്വാസിയായ മനുഷ്യനാണ്. സാധാരണ എനിക്കൊരിക്കലും എന്താ പറയുന്നത്, ഈ അച്ഛന്മാരെയൊന്നും ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല. കാരണം ദൈവവചനം പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുതെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നോബിയുടെ ബ്രദറിനെ അച്ഛനാണ്, അദ്ദേഹത്തിനെ പറ്റി എങ്ങനെയാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ഇത് എന്തായിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ ക്രൂരത സത്യസന്ധമാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞു വരികയാണ്. അഭിഷിക്തനായവരുടെ എല്ലാ അഭിഷിക്തരും അഭിഷിക്തരാകുന്നില്ല എന്നുള്ളൊരു വേറൊരു സത്യം കൂടി ഇതിനകത്തുണ്ട്. ആത്മീയമായിട്ട് ഉയർന്നു വരുന്ന ഒരു അച്ഛൻ, ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ കുറേ വിടുക, അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ഒത്തിരി വിശകലനം ചെയ്ത് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള കാര്യങ്ങളാണ്. എങ്കിലും എൻ്റെ അച്ഛൻ എവിടെയാണ് എൻ്റെ അച്ഛനെ പറ്റിയാണല്ലോ, അച്ഛാന്ന് വിളിക്കാമോ ഇനി, നിങ്ങളെപ്പറ്റി ആണല്ലോ ലുക്കൗട്ട് നോട്ടീസ് പോലെ എല്ലാവരും പരസ്യപ്പെട്ട് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഇട്ടിട്ട് ജനം മുഴുവൻ നിങ്ങളുടെ പേര് പറയാനുള്ളൂ. നിങ്ങൾ കാരണം എന്താ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു സഭയെ അണ്ടർ പ്രഷറിലാക്കിയത് മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിലെ പുരോഹിതന്മാർക്ക് മുഴുവൻ നിങ്ങൾ മായാത്ത ഒരു കളങ്കം ചാർത്തിയിട്ട് നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുക? നിങ്ങൾ എന്താ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിടാത്തത്? നിങ്ങൾക്കിതിനകത്ത് പങ്കില്ലെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്കിതിനകത്ത് പങ്കുണ്ട് അച്ഛാ. അങ്ങനെ തന്നെ വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ അനിയൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ സാധാരണ അജഗണങ്ങളുടെ അല്ലെങ്കിൽ ഒരു സഭയിലൊരു പ്രശ്നം, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ, കുടുംബ കൂട്ടായ്മയിലും അല്ലെങ്കിൽ ഒരു ഇടവകയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇടവകാംഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, ഈ അഭിഷിക്തരായ അച്ഛന്മാരെ നമ്മൾ എന്ന് കാണുകയും കുമ്പസാരിക്കുകയും അവരുടെ അഡ്വൈസും ചോദിക്കുന്നത്. എനിക്കൊക്കെ ഒരുപാട് നല്ല അച്ഛന്മാരെ അറിയാം. അവരൊക്കെ നമുക്ക് തരുന്ന ഉപദേശങ്ങളും അവർ നമ്മളെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, പ്രാർത്ഥനയൊക്കെ, അനുഗ്രഹമൊക്കെ മേടിച്ചാൽ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ ബലഹീനരാണ്. നിങ്ങളൊക്കെ അല്ലേ നയിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടായാലോ, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അച്ഛാ എങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങൾ ആ കൊച്ചിൻ്റെ ജോലി കളഞ്ഞു എന്നും അതിനെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി പോയി എന്നൊക്കെ പറയുന്നു. അച്ഛാ വചനങ്ങൾ തന്നെ പറയുന്നില്ല അച്ഛാ വേറെ ആരുടെയും വഴി മുടക്കരുതെന്ന്. അവിടെയാണോ നിങ്ങൾ ഈ വേഷം ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചത്? നിങ്ങൾ എന്തിനാ ഞാനിപ്പോഴും പറയാം, ഒരു ബിസിനസ്സുകാരൻ, ഒരു ബിസിനസ് മൈൻഡ് ഉള്ളവന്, ചതിയന്, വഞ്ചകന്, അല്ലെങ്കിൽ വേറെ രീതിയിൽ സ്ത്രീ വിഷയ താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവരൊന്നും ഈ ലോഹ ഇട്ടിട്ട് ഈ ലോഹ വഴി അതൊക്കെ നടത്താൻ വരാൻ നിൽക്കണ്ട. ഒരു ദിവസം നിങ്ങൾ പതിക്കും, നിലം പതിക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു കർത്താവിൻ്റെ സഭയാണ്. ഇതിനകത്തൊന്നും അങ്ങനെയൊന്നും ഒരു കള്ളത്തരം കൊണ്ട് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടല്ലോ, കുറേ പതനങ്ങൾ നമ്മൾ കണ്ടില്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയോ, ആഗോളതലത്തിൽ ചർച്ച ചെയ്യുകയാണ്. വിശ്വാസികളിൽ കുറേ പേർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന അച്ഛാ നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാണിക്കുമ്പോൾ. അങ്ങനെ കാണിക്കല്ലേ. ഈ സഭ
നിങ്ങൾക്ക് ഒരു ഫ്രീഡം തരുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ലോകം ഊരി വെച്ചിട്ട് നിങ്ങൾക്ക് പോകാന്നേ, നിങ്ങൾക്ക് ഈ ആത്മീയ ജീവിതം വേണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് പിന്നെ കല്യാണം കഴിക്കുകയോ ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൂടെ, എന്തോ ഉഴപ്പ് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. പക്ഷെ നിങ്ങൾ ഈ ലോകം ഇട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണിക്കല്ലേ. ഷൈനിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മുടക്കിയും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരു നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാതെയാണോ നിങ്ങൾ ഈ ലോഹയിലൊക്കെ വന്നതെന്ന് അറിയത്തില്ല അച്ഛാ. ഞാൻ ഇപ്പോഴും അച്ഛാൻ തന്നെ പോവാ, ദൈവമേ നീ എന്നോട് ക്ഷമിക്കണേ. ലോകം മുഴുവൻ അച്ഛാ നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വാ, നിങ്ങൾ വന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഇതിന് ശിക്ഷ വാങ്ങുക. നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. നിങ്ങളിതിന് ഉത്തരം പറയേണ്ട ആളാണ്. ഈ രക്തത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഒരു ക്രിസ്ത്യൻ സമുദായത്തെ ആകെപ്പാടെ കളങ്കത്തിലാക്കി കളഞ്ഞു നിങ്ങൾ. ഞങ്ങളുടെയൊക്കെ മുകളിൽ ആത്മാക്കൾ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വിഷമിക്കുന്നത് പോലെ തന്നെ വളരെ ഐക്യത്തിൽ ജീവിക്കുന്ന ജ്ഞാനായ സമുദായത്തിനോട് പോലും അവർ പോലും വിഷമിച്ചു പോകുന്നു. അവരെല്ലാവരും വളരെ സുഖമായിട്ട് അവർക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കും പറ്റാതെ നിസ്സഹായതയും നിസ്സംഗതയിലും ആക്കി കളഞ്ഞ നിങ്ങളല്ലേ. നിങ്ങളുടെ ഈ പറയുന്ന അധികാരമോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ LLB പഠിച്ചതാണെന്നോ, നിങ്ങൾക്ക് ലോ അറിയാം, പിന്നീട് നിങ്ങൾക്ക് ഈ പറയുന്ന സമുദായത്തിൽ നിങ്ങൾക്ക് ഉള്ള സ്വാധീനം, അതൊക്കെ കൊണ്ടായിരിക്കാം പലർക്കും അവിടെ അടുക്കാൻ പറ്റാതെ. ഇപ്പോൾ അയൽവക്കക്കാരെയൊക്കെ കുറ്റം ആൾക്കാർ പറയുന്നുണ്ട്. അയൽവക്കക്കാർ അറിഞ്ഞല്ലോ അതിലൊക്കെ. തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ ഈ നിയമവും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ഒരു പാവം പെണ്ണിനോട് നിങ്ങളുടെ ഈ പോരാട്ടം നടത്തിയത് അല്ലേ. നിങ്ങളുടെ അനിയൻ കാണിച്ചിരിക്കുന്നത് അവനെ അടിക്കുക തന്നെയായിരുന്നു. എൻ്റെ അപ്പം പറയുന്നുണ്ടല്ലോ, അതിനെ അടിച്ച് 2 മണി 3 മണി സമയത്തൊക്കെ വെളിയിലിടുകയായിരുന്നുള്ളത്. ആ പെണ്ണിനെ എങ്ങോട്ടല്ലോ ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നു. ദൈവമേ, എനിക്കറിയത്തില്ല ഈ വീട്ടുകാർക്ക് അതിനെ രക്ഷപ്പെടുക്കാൻ പറ്റില്ല. ശനിയുടെ ആംഗ്ലമാരോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊന്നും അവളെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തോട്ട് പോകാൻ പറ്റില്ല. പരസ്യമായിട്ട് എന്തിനാണ്? പിന്നെ ഞാൻ ഈ പൊതുവായിട്ട് പറയാം, എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മരണത്തേക്കാൾ വലുതാണോ നിങ്ങൾ ഈ നാണക്കേടും മാനക്കേടും ഇതൊരു അഭിമാനം എന്നൊക്കെ ഓർക്കുന്നത്? അതെന്തൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ ഈ ഭൂമി ജീവിച്ചല്ലേ, നമുക്ക് നമ്മുടെ കർത്താവ് സഹിച്ചാലും വലിയ അപമാനം വല്ലതും ഉണ്ടോ? നിങ്ങൾ ആ സമയത്ത് നമ്മുടെ കർത്താവിനെ ഓർത്ത് നോക്കിക്കേ. തുണി ഉരിഞ്ഞ് പരസ്യമായിട്ട് അമ്മയുടെയും സഹോദരങ്ങളുടെ ലോകത്തിൻ്റെ മുഴുവനിട്ട് മർദ്ദനമായിട്ട് നമ്മുടെ കർത്താവിനെ ഓർത്ത് നോക്കിക്കേ. എന്തിനാന്നേ നിങ്ങൾ അതുപോലെ ദുരഭിമാനം ഓർക്കുന്നത്? ജനത്തിനോട് വിളിച്ച് പറയണമെന്നേ 5 പേരോ 10 പേരോ നിങ്ങളെ തള്ളി പറഞ്ഞാലും ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ കാണത്തില്ലേ? എൻ്റെ സഹോദരിമാരെ, നിങ്ങളോട് ഇനിയും പറയുക, ഇങ്ങനെ പരസ്യമായിട്ട് ഇടിച്ചു വഴി ഇപ്പം ജ്ഞാനായ സഭയിലെ സമുദായത്തിലെ ഓരോരുത്തരും പറയും ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നത് കേട്ടോ. ഷൈനിയുടെ ആ കാര്യം രഹസ്യകരമായിട്ട് വീട്ടുകാരും അവരും ഒക്കെ വെച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ജ്ഞാനായമാർ അവൻ്റെ താടി തല്ലി പൊളിച്ചേനെ, അല്ല അവൻ്റെ പല്ലിടിച്ച് കളഞ്ഞേനെയും. അതിന് കരുത്തുള്ളവരും ഉണ്ട്. ചുണക്കുട്ടർ ഉള്ള സമുദായമാണത്. അവരൊന്നും അറിഞ്ഞില്ല. എല്ലാവരും നിസ്സംഗതയിലായിപ്പോയി. ഇത്ര വലിയ ദാരുണ മരണം വന്ന് പഠിക്കലോട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മളൊക്കെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ദുരഭിമാനം വെച്ചുകൊണ്ട് മരണത്തോളം വെച്ചുകൊണ്ടിരിക്കല്ലേ. ഈ ദിവസങ്ങളിലൊക്കെ തകർന്ന്, അതായത് ഷൈനിയും മക്കളും ചെതറിപ്പോയ ആ റെയിൽവേ ട്രാക്കിൽ ഞാൻ ചെതറിക്കിടക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ചെതറിക്കിടക്കുന്നതാണ് ഞാൻ പറയാം. അവരോടൊപ്പം ഞാനും ചെതറിക്കിടക്കും. എനിക്കൊന്നും ഓക്കെ ആകാൻ പറ്റിയിട്ടേ ഇല്ല ഇതുവരെ. ഞാൻ ഇപ്പോഴും പറയും, ഇപ്പോൾ എന്നോട് പല ആൾക്കാർ പല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ ഇതിങ്ങനെ നടക്കുന്നില്ലേ, അല്ലെങ്കിൽ കൂടത്തായിലെ മറ്റേ ജോളി, ഇങ്ങനെ പല പ്രശ്നങ്ങൾ പറയാം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതൊന്നും എടുത്ത് ഇപ്പോൾ കൊണ്ടുവരില്ലേ. ഇത് വേറെ ഈ സഭയെ ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്ന വേറെ കാര്യമാണ്. എനിക്ക് ഈ സഭയോടുള്ള ബന്ധം അവിടെ അങ്ങനെയുള്ള ഒരു സഭയല്ലത്, അങ്ങനെയുള്ള ജനമല്ലത്, അങ്ങനെയുള്ളൊരു സമുദായം അല്ലത്. അതിനകത്തൊന്നും ഇങ്ങനെ ഒരാൾ പട്ടിണിയിലും സങ്കടത്തിലും ദുരിതത്തിലും ആരുമില്ലാതെ അനാഥമാക്കി പോകുന്നൊരു സമുദായം അല്ലത്. അതിനെല്ലാവരും ഉള്ളത്. അതാണ് ഞാൻ അവരെല്ലാവരെയും കരുതുന്ന ആൾക്കാരാണ്. 20-25 വർഷം മുമ്പത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ഞാനതാ പറഞ്ഞൊരു വലിയ പേമാരി പെയ്യുമ്പോൾ ഒരു കുട ചൂടി പിടിച്ച് ജ്ഞാനായന്മാർ നിൽക്കുവാണെങ്കിൽ, എല്ലാ ജ്ഞാനായന്മാരും കൂടെ ഒരു കുട ചൂടി പിടിച്ച് നിൽക്കുമ്പോൾ, ഒരു വലിയ പേമാരി പെയ്യുന്ന സമയത്ത് ഒരാൾ മഴ നനഞ്ഞ് കഷ്ടപ്പെട്ട വഴി കൂടെ പോകുന്ന ആൾക്കാരെ വിളിച്ച് അവർ അതിനകത്ത് കയറ്റി നിർത്തും. സ്പേസ് ഇല്ലെന്ന് ഓർത്തോണം. ആ സ്പേസ് ഇല്ലാത്ത ആ കുടയുടെ ചൂട്ടിലേക്ക് വാന്ന് പറഞ്ഞ് ഇവർ ആ പുറത്തൂടെ പോകുന്ന ആളെ വിളിച്ച് നിർത്തും. എവിടെ നിർത്തും? ഏറ്റവും നടുക്ക് കൊണ്ടേ നിർത്തും. അങ്ങനെ മനസാക്ഷിയുള്ള മനുഷ്യരെയാണ് ഞാനൊരു 10-25 വർഷം മുമ്പ് കണ്ടത്. ഇന്നത് എവിടെ പോയി എന്നുള്ള ചോദ്യവും സങ്കടവും എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതേ, ആ സ്പേസിനകത്ത്, ഇല്ലാത്ത സ്പേസിനകത്ത്, ഇനി ഒരുത്തം കയറി വന്നാൽ ഈ സ്പേസ് പോകില്ലെന്ന് ചിന്തിക്കുന്നവരല്ല. ഉള്ള സ്പേസിനകത്ത് അവരത് കയറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സ്പേസിൽ ചവിട്ടാൻ ഇടമില്ലെന്ന് പറഞ്ഞിട്ട് ഷൈനി മക്കളും പോയിട്ട് ട്രെയിൻ ട്രാക്കിലിരുന്നു, കെട്ടിപ്പിടിച്ചിരുന്നു. ഇപ്പോൾ ആ ചിത്രമൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ, ദൈവമേ, കുഞ്ഞുങ്ങളെൻ്റെ ദൈവമേ, എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങൾ ഇതുപോലെ പാവമായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഷൈനിയെ പറ്റി പറയുന്നുണ്ടല്ലോ എല്ലാവരും പാവമാണെന്ന്. നിങ്ങൾ ഈ ആനിമൽ പ്ലാനറ്റൊക്കെ കാണുമ്പോഴേ ഈ മാനിനെ ഈ പുലിയും അതും ഇതൊക്കെ പിടിക്കുമ്പോഴേ അത് നിന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്ത് വലിയ അപകടമാണ്, മരണമാണ് നടക്കുന്നത്, കൊലപാതകം, അല്ലെങ്കിൽ അതിനെ കടിച്ച് കീറി തിന്നുവാന്ന് പറയുമ്പോൾ ചുമ്മാ എന്നുപോലെ ഈ ചീറിപ്പാഞ്ഞ ട്രെയിനിൻ്റെ മുന്നിൽ മാൻപേട നിൽക്കുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾ നിന്നല്ലോ എൻ്റെ ദൈവമേ, ഷൈനി നിന്നല്ലോ എൻ്റെ ദൈവമേ എന്നുള്ള സങ്കടമാണ്.
സങ്കടമാണ്. ഞാൻ പറയില്ല, ഇത് ലോകം തീരുന്ന കാലഘട്ടത്തോളം ഈ സങ്കടം ആർക്കും പോകത്തില്ല. തളർന്നു പോയല്ലോ അവർക്ക് ആരും ഇല്ലാതായി പോയല്ലോ. ഈ ദുഷ്ടൻ നോബി, ഈ നോബിയെ പറ്റി ഒന്നും പറഞ്ഞില്ല, അവനെ ശകാരിച്ചില്ല, ചീത്ത വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിലും. ഇപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചീത്തയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് അവനെ ഒന്നും തോന്നുന്നില്ല. അവനൊരു മനുഷ്യനല്ല. അപ്പോൾ നമ്മളെൻ്റെ സഹോദരങ്ങളെ അവനെ തെറി പറയുന്നതോട് ഞാൻ പറയാം, നിങ്ങൾ അവനെ തെറി പറഞ്ഞ് നിങ്ങളുടെ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം കളയല്ലേ. ആ ബ്ലഡി ഫൂളിനെ അവൻ ഏറ്റവും വലിയ ശിക്ഷ കിട്ടാനായിട്ടുള്ള എല്ലാ ജാഗ്രതയും ഈ പറയുന്ന സമുദായത്തിൽ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവനും ഈ പറയുന്ന അച്ഛൻ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ, അവരുടെ കുടുംബത്തെ ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ അനുശ്വാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിന് നമ്മളെല്ലാവരും അതിനൊരു ജാഗ്രത പുലർത്തണം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിതിപ്പം ശരിയാ നിയമങ്ങളുള്ള നാടൊന്നുമല്ല. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണെന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറേ അവനെ പരസ്യം തെറി പറഞ്ഞിട്ടോ അവനെ തല്ലിക്കൊല്ലാനും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. നിയമമുള്ള നാടാണ്. അവൻ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അവനവൻ്റെ ഇത്രയും അടിച്ചിറക്കി വിട്ട പെണ്ണിനെ അവനവൻ്റെ നിയമമൊക്കെ പറഞ്ഞ് പോലീസ് അകമ്പടിയോട് വന്ന് കൊച്ചുങ്ങളെയും പിള്ളേരെ കൊണ്ട് അവിടെ കൊണ്ട് അടക്കിയതൊക്കെ കണ്ടില്ലേ. അപ്പോൾ നിയമമുള്ള നാട്ടിനകത്ത് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ എറിഞ്ഞു കൊല്ലാനോ ഒന്നും നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. അവന് നിയമം അനുശ്വാസിക്കുന്ന രീതിയിൽ തക്കതായ ശിക്ഷ കിട്ടി അവൻ ശിക്ഷിക്കപ്പെടട്ടെ. ആ നിയമത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാതിരിക്കട്ടെ. കാരിത്താസിനെയൊക്കെ ഒരു അലിഗേഷൻ പോലെ വന്നു. കാരിത്താസ് അതിൻ്റെ പേരിൽ അവർ അതിൻ്റെ സർക്കുലർ ഇറക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാനൊരു കാര്യം വിനീതമായിട്ട് പറയുകയാണെ, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതേ, കാരിത്താസിൽ ജ്ഞാനായന്മാർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ തന്നെ പറയുന്നു. അതെന്നാ ഒരു വർത്തമാനമാണ്? കാരിത്താസ് ആരുടെയാ? കാരിത്താസിൽ ജ്ഞാനായന്മാർക്കാണ് ജോലി കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പുറത്തുള്ളവർക്ക് ജോലി കൊടുക്കേണ്ടത്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് ജ്ഞാനായ സമുദായത്തിലുള്ള ആളുകൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ നടപടി എടുക്കണേ. കാരണം ജ്ഞാനായന്മാരുടെ എല്ലാ സ്ഥാപനങ്ങളിലും ജ്ഞാനായക്കാർക്ക് ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രയോറിറ്റി അത് 10-25 കൊല്ലം മുന്നെയൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്താ മാറ്റം വരുന്നത്? അവിടെ വേറെ കാര്യങ്ങൾ, അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. സമുദായത്തിലുള്ള ആൾക്കാർക്ക് നിൽക്കണ്ടേ, ജീവിക്കണ്ടേ, അവരെ നോക്കണ്ടേ. പിന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങൾ നിങ്ങളോട് പറയാം, നിരാലംബരോ അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാർ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, ഇതുപോലെ ഫാമിലി പ്രശ്നങ്ങളുള്ളവരെയൊക്കെ നിങ്ങൾ നിരാലംബരായ മനുഷ്യരുണ്ടെന്നേ അതിനകത്ത്. അത് നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് അതിനുള്ള, ഞാൻ പറഞ്ഞില്ലേ, ദൂരം പ്ലാനുകൾ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ജോലി ഇല്ലാത്തവരാണെങ്കിൽ സമ്പത്തില്ലാത്തവരെയൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാം. നിങ്ങളുടെ സമുദായത്തിൽ ഇത്രയ്ക്ക് ആൾക്കാരേ ഉള്ളൂ. നിരാലംബരായവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ രക്ഷിക്കണേ. കാരണം അതിനുള്ള കഴിവുള്ള, അതിനുള്ള സന്നദ്ധ മനസ്സുള്ള, അതിനുള്ള സാമ്പത്തികമുള്ള സഭയല്ലേ. ഇപ്പം ഷൈനി ഒരു ലോൺ എടുത്തു, കുടുംബശ്രീയുടെ ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ജ്ഞാനായ സമുദായത്തിൽ ഒരു ബാങ്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ലോൺ കിട്ടാനായിട്ട് ജ്ഞാനായ മക്കൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് വന്ന മെസ്സേജിൽ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ഷെയർ ചെയ്തു. അതേപ്പറ്റിയൊക്കെ അന്വേഷിക്കണേ. ജ്ഞാനായക്കാർക്ക് സഹായം കിട്ടാനായിട്ടാണ് ആ ബാങ്ക്. അവർക്ക് നോ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ പറയുന്നത്, എനിക്കിതിനകത്ത് വിഭാഗീയതയൊന്നും അറിയത്തില്ല. ഒരു വിഭാഗീയതയും വേണ്ട. നല്ല മനുഷ്യരുള്ള, നല്ല മനസ്സുള്ള മനുഷ്യരാണ്. അവരുടെ സഭ അവിടെ നിലനിന്ന് തന്നെ പോകണം. നിങ്ങൾ വരും തലമുറയോട് നിങ്ങൾക്ക് കൈമാറി കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഞങ്ങൾ പറയുമല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ ഇനി ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി പറയണ്ടേ. അത് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഈ സ്നേഹവും ഐക്യവും ഒരു കാരണവശാലും പോകരുത്. ഒരാളിനോട് ഈ പറയുന്ന പോലെ ഓർത്ത് നോക്കി, ഷൈനി മനസ്സ് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയുമ്പോൾ ഷൈനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവം ഇതെൻ്റെ സമുദായം ഒരു ചോരയാണ്, ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമുള്ളതല്ല, തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്നൊരു ചിന്ത ഷൈനിക്ക് വന്നെങ്കിൽ ഷൈനി തുറന്ന് പറയുകയില്ലായിരുന്നോ. അപ്പോൾ ഇന്ന് ആരൊക്കെയോ അങ്ങനത്തെ ആ ചിന്തയിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കുകയും നമ്മളൊന്നാണെന്നും ഐക്യപ്പെടണമെന്നും സ്നേഹിച്ചാണ് നിൽക്കേണ്ടതെന്നുള്ളത് പറഞ്ഞ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, സഭയിലുള്ള ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പുറത്തുനിന്ന് പറയാനേ പറ്റുള്ളൂ. ഞങ്ങൾ ഈ സഭയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ നിന്ന് ഞങ്ങളെയൊക്കെ സ്നേഹിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ടത്. ഇനി വരും തലമുറയിലും അങ്ങനെയുള്ള നല്ല മനുഷ്യർ അവിടെ നിന്ന് ഇനി ഉണ്ടായി വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനി പറഞ്ഞ് കൂടി പോകുന്നു. ഷൈനിയെ ജീവിതത്തിൽ എന്നാ പറയുന്നത്, ഒരിക്കലും മറക്കാൻ മേലാത്ത പോലെ വലിയ ചങ്കിനകത്ത് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഇനി എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസ സമൂഹത്തിനോടാണ് ഈ പറയുന്നത്. ഷൈനിയെ സംബന്ധിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഷൈനി ഇപ്പോൾ ഇങ്ങനെ ഒരു മരണമൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാം, കർത്താവിൻ്റെ വലതുഭാഗത്ത് വിശ്വാസികൾ ചിന്തിക്കുന്ന രീതിയിലാണ്. കർത്താവിൻ്റെ വലതുഭാഗത്ത് തന്നെയുണ്ട്, അല്ല, കർത്താവിൻ്റെ ഹൃദയത്തിലാണ് രക്തസാക്ഷികളുടെ ഇടം. ദൈവം രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഷൈനിയെ ഹൃദയത്തിൽ ചേർക്കുന്നു ഞാൻ കരുതുന്നു. ഷൈനിയെ മക്കളെ നിരാലംബരായിരുന്നു അവർ, ആരും ഇല്ലാതെയാണ് അവർക്ക് അങ്ങനെ പറ്റിയത്.
അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ വില തന്നെ ഉണ്ടാവും ഷൈനിക്കും മക്കൾക്കെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ഷൈനിയെ ഓർത്ത് ഇനിയും നമ്മൾ ദുഃഖിച്ചും കരഞ്ഞു ഇരിക്കണ്ട. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന UK വളരെ പ്രിയപ്പെട്ട ഒരു ചേട്ടൻ, ഒരു ഗായകനായ ഒരു ചേട്ടൻ മരിച്ചു പോയപ്പം അന്നും ആശ്വാസമായിട്ട് ഒരു വേഴ്സസ് ബൈബിൾ വചനം വായിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഷൈനിയും മക്കളും നെഞ്ചിനകത്ത് ഒരു പെടപ്പായി എന്നും ഉണ്ടാവും. നമുക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം പറയുന്നത് പോലെ, പ്രത്യാശയില്ലാത്ത ജനതകൾ ചെയ്യുന്നത് പോലെ മരിച്ചവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. അന്തിമനാളിൽ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നാലെ ജീവിച്ചിരിക്കുന്ന നമ്മളും. ദൈവസന്നിധിയിൽ ഷൈനി മക്കളും ഉണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.